ഇത്രയും നാൾ നമ്മൾ കണ്ടു വന്നുകൊണ്ടിരുന്ന രാമായണം ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മോശം VFX ഉള്ളതുകൊണ്ട് മാത്രം ഇതൊരു ആദിപുരുഷാവുമെന്ന് വിചാരിക്കേണ്ട. ഈ പടം ഹിറ്റാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ കണ്ടു വന്നിരുന്നൊരു രാമായണമല്ല ഇതീ പറയുന്നത്. പിന്നെ 4000 കോടി ബഡ്ജറ്റ് ഉണ്ടായിട്ടും ഇപ്പോൾ ഈ VFX എന്താണ് ഇത്രയും മോശമെന്ന് വെച്ചാൽ അതിനും ഒരു കാരണമുണ്ട്. അതിനേക്കാൾ മുമ്പ് നമ്മളൊക്കെ എങ്ങനെയാണ് രാമായണത്തിൻ്റെ സ്റ്റോറി അറിഞ്ഞത്? ഞാൻ പേഴ്സണലി എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞതും മൂവീസും സീരിയലും കാർട്ടൂണും ഒക്കെ കണ്ടിട്ടാണ്. നമ്മൾ പലരും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഇത്രയും കാലം നമ്മൾ ഇങ്ങനെ അറിഞ്ഞ കഥകൾ മൊത്തം റിയൽ വാൽമീകി രാമായണത്തിൻ്റെ ഡെപ്പിക്ഷൻ അല്ല. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ അറിഞ്ഞ പല കഥകളും രാമചരിത മനസ്സിലും കമ്പരാമായണത്തിൽ നിന്നൊക്കെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ടിരുന്ന സംഭവങ്ങളാണ്. ഇതിൻ്റെ ഒക്കെ ഒരു മിക്സാണ്. രാമായണം ശരിക്കും ഒരുപാട് വേർഷൻ ഉണ്ട്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ വേർഷൻ, അതിൻ്റെ ആദ്യത്തെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വാൽമീകി രാമായണമാണ്. ഏകദേശം 7th സെഞ്ച്വറി തൊട്ട് 3rd സെഞ്ച്വറിയുടെ ഇടയിലാണ് ഈ വാൽമീകി രാമായണം എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. ആ കൃത്യമായിട്ടുള്ള ഒരു വർഷമോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും കിട്ടിയിട്ടില്ല. ലിറ്ററലി ഒരു 2400 തൊട്ട് 2700 വർഷങ്ങൾക്ക് മുമ്പ്. ഇതാണ് നമ്മുടെ രൺബീർ കപൂർ രാമനായിട്ടുള്ള രാമായണം എന്ന് പറയുന്ന പടത്തിൽ ഡെപ്പിക്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റില്ല. കാരണമുണ്ട്. അതിനു മുമ്പ് നമ്മളിപ്പോൾ കാണുന്ന രാമായണം 16th സെഞ്ച്വറിയിൽ തുളസീദാസൻ എഴുതിയിരിക്കുന്ന രാമചരിത മനസ്സിൻ്റെയും പിന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി സംഭവങ്ങളുടെയൊക്കെ ഒരു മിക്സാണ്. രാമായണം എന്ന് പറയുന്ന ഈ സിനിമ നമുക്ക് കുറച്ചുകൂടി സെറ്റപ്പായിട്ട് തോന്നും. കാരണം നമ്മൾ കാണാത്ത അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റോറീസ് ഇതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യം തന്നെ രാവണൻ്റെ പുഷ്പക വിമാനം നോക്കുക. ജസ്റ്റ് ശരിക്കും ഒരു താമര ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? ശരിക്കും അതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള പുഷ്പക വിമാനം. ശരിക്കും അതേ രീതിയിലാണ് വാൽമീകി എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ വലിയൊരു പക്ഷിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയൊരു സംഭവമായിട്ടല്ലേ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. പിന്നെ ഈ ഒരു ട്രെയിലറിൻ്റെ ഈ ഒരു ഭാഗത്തിൽ കമ്പും ബില്ലൊന്നും ഇല്ലാതെ പുള്ളി ഒരു വാള് പോലെ, ഒരു മഴു പോലത്തെ ഒരു സംഭവം കൈ പിടിച്ചിരുന്നത് കണ്ടില്ലേ? അത് ശരിക്കും പരശുരാമൻ്റെ മഴുവാണ്. കാരണം സീതാ സ്വയംവരത്തിൻ്റെ ടൈമിൽ നമ്മുടെ പരശുരാമനും അവിടെ ഉണ്ടാവും. പുള്ളി നമ്മുടെ ശ്രീരാമൻ വില്ലൊടിച്ചതിന് ശേഷം ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോവും. സ്വയംവരം കഴിഞ്ഞ് ശ്രീരാമനും സീതയും ദശരഥനും എല്ലാവരും അയോധ്യയിലേക്ക് പോകുന്ന വഴി എത്താറാവുമ്പോൾ പരശുരാമൻ മുന്നിൽ വന്നിട്ട് ശ്രീരാമനെ വെല്ലുവിളിച്ച് അങ്ങനെ ഒരു ബാറ്റിൽ പോലത്തെ ഒരു ചെറിയ സംഭവമാണത്. പിന്നെ ഈ സിനിമേനെ ഡിഫറെൻ്റ് ആക്കുന്നൊരു സംഭവമുണ്ട്. ഓരോ ആൾക്കാർക്കും, ഓരോ സിനിമ എടുക്കുന്നവർക്കും സീരിയൽ എടുക്കുന്നവർക്കും അവരുടേതായിട്ടുള്ള ഒരു രാമൻ്റെ വേർഷൻ ഉണ്ട്. അവർക്ക് കാണിക്കാൻ ആഗ്രഹമുള്ള ഒരു രാമനുണ്ട്. അതായത് സീരിയൽസിൽ പൊതുവെ നമ്മൾ ദൈവത്തിനെ പോലെ കാണുന്ന ദൈവമായിട്ടുള്ള ഒരു രാമൻ, അങ്ങനെ ഒരു രീതിയിലാണ് ഭയങ്കര ഡിവൈനായിട്ടായിരിക്കും കാണിക്കുന്നത്. പക്ഷേ രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് റാം എന്ന് പറയുന്ന നമ്മുടെ ബ്രയൻ ക്രാൻസ്റ്റനൊക്കെ സൗണ്ട് കൊടുത്തിരിക്കുന്ന രാമായണത്തിൻ്റെ ആ ഒരു ആനിമേഷൻ പടം ഉണ്ടല്ലോ, അതൊരു ജാപ്പനീസ് പടമാണ്. അവിടെ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ രാമൻ എന്ന് പറയുന്ന ആ ഒരു വാരിയർ പ്രിൻസിൻ്റെ ആ ഒരു വാരിയർ എങ്ങനെയാണ് ആവേണ്ടത്, ഐഡിയലായിട്ട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ കാണിച്ചു തരാണ്. പോലത്തേന് ആ ഒരു പടം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വനവാസവും ഈ രാമരാവണ യുദ്ധവും മാത്രമാണ് അതിൻ്റെ ഒരു മെയിൻ ഫോക്കസ്. പക്ഷെ വാൽമീകിയുടെ ഒറിജിനൽ രാമായണത്തിൽ മര്യാദാ പുരുഷോത്തമനാണ് രാമൻ. അതായത് ഒരു ഐഡിയൽ മാൻ, ഐഡിയൽ സ്റ്റേറ്റ്, അങ്ങനത്തെ ഒരു രീതിയിലാണ് വാൽമീകി രാമായണം എഴുതി വെച്ചിരിക്കുന്നത്. ഇതിലും ഈ ഗ്ലിംസിലും നമുക്ക് മര്യാദാ പുരുഷോത്തമൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ മഹാഭാരതം പോലെയല്ല രാമായണം. മഹാഭാരതത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടേഴ്സും ഗ്രേ ഷെയ്ഡാണ്. പോലെ തന്നെ എല്ലാവർക്കും ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്റ്റോറി ഉണ്ടാവും. ഭയങ്കര സെറ്റപ്പ് സാധനമാണത്. മഹാഭാരതത്തിൻ്റെ മെയിൻ സംഭവം സ്റ്റോറിയാണ്. രാമായണത്തിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇമോഷൻസാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇമോഷൻസ്, അച്ഛനും മകനും തമ്മിലുള്ള, സിബ്ലിങ്സ് തമ്മിലുള്ള അങ്ങനത്തെ ഒരു ഇമോഷൻസിൻ്റെ ഒരു കളിയാണ് രാമായണം. അത് കറക്റ്റായിട്ട് കണക്റ്റ് ആയാൽ ഓഡിയൻസിന് ഇപ്പോഴും ആ ഒരു സംഭവം 2 കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റും. പിന്നെ 4000 കോടി ബഡ്ജറ്റ് ഉണ്ടായിട്ട് ഈ പടത്തിൻ്റെ VFX മോശമാവാൻ കാരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗ്ലിംസ് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് 100% അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാരണമുണ്ട്. 4000 കോടി ബഡ്ജറ്റ് ഈ ഒറ്റ പടത്തിൻ്റെ അല്ല, 2 പടത്തിൻ്റെ ബഡ്ജറ്റാണ്. അത് ചിലപ്പോൾ 3rd പാർട്ട് ആവുമെന്നും പറയുന്നുണ്ട്. കാരണം അത്രത്തോളം കണ്ടന്റ് ഉണ്ട് പറയാൻ. ഇതിപ്പോൾ 3 പടമാണെങ്കിൽ ഏകദേശം ഒരു 1200-1300 കോടി അടുത്ത് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് വരും ഒരു പടത്തിൻ്റെ. എന്നിട്ടും എന്താണ് VFX മോശമായത്? ഡ്യൂൺ VFX ചെയ്ത ഡീനഗ് എന്ന് പറയുന്ന അതേ കമ്പനി തന്നെയാണ് ഇതിനും VFX ചെയ്യുന്നത്. ശരിക്കും ഒരു കഴിഞ്ഞ മാസം രാം നവമിയുടെ അന്ന് ഒരു ഗ്ലിംസ് വേണമെന്നും പറഞ്ഞ് അത്യാവശ്യം കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്കാരുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന്. അപ്പോൾ അന്ന് അവർക്ക് ഗ്ലിംസ് ഇറക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തൊരു പരിപാടിയായിരിക്കാം ഇത്. ഏകദേശം 1 കൊല്ലം എടുത്തിട്ടാണ് ഇവർ ഈ VFX പരിപാടികളൊക്കെ ചെയ്യുന്നത്, ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ. ഈ വർഷം നവംബറിൽ ദീപാവലിക്ക് ഈ പടം റിലീസാവുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 5-6 മാസങ്ങളുണ്ട്.
ആൻഡ് ഏകദേശം ഒരു 100 VFX ആർട്ടിസ്റ്റ് ഇതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്ത് നോക്കാം. ഈവൻ ദോ ഇത് വാത്മീകി രാമായണത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഡിപ്പിക്ഷൻ ആണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല. കാരണം വാത്മീകി രാമായണത്തിൽ നമ്മൾ ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു രാമനല്ല കാണുന്നത്, ഒരു സാധാരണയായിട്ടുള്ളൊരു മനുഷ്യനെ, അതും ഐഡിയൽ ആയിട്ടുള്ളൊരു മനുഷ്യൻ. പിന്നെ നമ്മുടെ രാമനേക്കാളും മുമ്പ് ദശരഥന് വേറൊരു പുത്രി ജനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ മൂത്ത മോള് ശാന്ത എന്നാണ് പേര്. അത് അന്നത്തെ ആ കാലഘട്ടത്തിലെ അംഗദേശത്തെ രാജാവ് ദത്തെടുക്കുകയും പിന്നീട് നമ്മുടെ ഋഷ്യശൃംഖന് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അതെ, നമ്മുടെ പുള്ളി തന്നെ. പിന്നെ വാത്മീകി രാമായണത്തിൽ ദശരഥന് 350 ഭാര്യമാരുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ കേട്ട് പഠിച്ചിരിക്കുന്നത് 3 ഭാര്യമാരുള്ളൂ എന്നാണ്. അത് ഈ രാമചരിത മനസ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹനുമാൻ, നമ്മുടെ ഹനുമാൻ ജി ശരിക്കും വാത്മീകി രാമായണത്തിൽ ഒരു സാധാരണ മനുഷ്യനാണ്. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാടായിരുന്നടാ. സൗത്ത് ഇന്ത്യ അന്ന് പണ്ട് ഒരു കാടായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ എടുത്തു നോക്കിയാൽ ഇവിടെ നിറച്ച് ട്രൈബ്സ് ആണ് ഉണ്ടായിരുന്നത്. വാനര ട്രൈബ് എന്ന് പറയുന്ന ഒരു ട്രൈബിലുള്ള ഒരാളാണ് ഹനുമാൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റില്ല, ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ രാവണൻ ശരിക്കും മുടിക്കുത്തിന് സീതേനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പുഷ്പവിമാനത്തിലിടുകയാണ്. അല്ലാതെ പുള്ളി ടച്ച് ചെയ്യാതോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ലങ്കേന് ചെന്ന ശേഷം പുള്ളി ടച്ച് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം അത് പ്യുവർ റിവെഞ്ച് ആയിരുന്നു, സിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള പ്യുവർ റിവെഞ്ച് ആയിരുന്നു രാവണന്. ആ സംഭവം കുറച്ചുകൂടി നമുക്ക് സെറ്റപ്പായിട്ട് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി രാമായണത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഏകദേശം ഒരു പ്രഡിക്ഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ, ആദ്യം ഇതുപോലെ രാമൻ്റെ ആ ഒരു ഇൻട്രോ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ. അത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ഒരു 14-17 വയസ്സിൻ്റെ ഇടയിൽ രാമൻ ഒരു യാഗത്തിന് രാക്ഷസന്മാർ വന്നിട്ട് അലമ്പുണ്ടാക്കുമ്പോൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. സോ രാമൻ്റെ ആ ഒരു ചെറുപ്പകാലം തൊട്ടേ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 14 വർഷമാണ് വനവാസം വിധിച്ചിരിക്കുന്നത്. അതിൽ 14ാമത്തെ വർഷം നടക്കുന്ന കഥയാണ് രാമരാവണ യുദ്ധം. ബാക്കി 13 കൊല്ലത്തെ കഥയും നമുക്ക് മിക്കവർക്കും ഒരു പിടിയില്ല. സോ അത് കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്താൽ അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു പടം എടുക്കാൻ പറ്റും. ആ 13 കൊല്ലത്തിൽ ആദ്യത്തെ ആ ഒരു കൊല്ലം ഇവർ വനമായിട്ട് അഡാപ്റ്റ് ആവാൻ കഷ്ടപ്പെടുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ആ 13 കൊല്ലത്തെ കഥയൊന്നും ഫസ്റ്റ് പാർട്ടിൽ പറയാൻ പറ്റില്ല. എന്തായാലും ലാസ്റ്റത്തെ ഒരു സെഗ്മെൻറ്റിലെങ്കിലും രാവണൻ വന്നേ പറ്റൂ. അതുകൊണ്ട് ഈ 13 കൊല്ലത്തിൽ അത്യാവശ്യം കുറച്ച് സംഭവങ്ങൾ ആ പുതിയതായിട്ടുള്ള സ്റ്റോറീസ് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് രാവണൻ്റെ ഒരു എൻട്രിയും കൂടെ ആവുമ്പോൾ ആയിരിക്കാം ഈ പടം ക്ലോസ് ആവുന്നത്. അതിനു മുമ്പ് വരെ ഒരു ഫാമിലി ഇമോഷണൽ ഡ്രാമ പോലെ ആയിരിക്കും പടം പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ എനിക്ക് കുറച്ചുകൂടി വില്ലന്മാരോടാണ് ഒരു ചെറുപ്പം തൊട്ടേ ഒരു സ്നേഹം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ എൻട്രിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം.